Hi friends, welcome to Garam Masala, the magic spices of cooking. ഓമന പത്തിരി. ഇന്ന് നമുക്ക് ഡെലീഷ്യസ് മലബാർ സ്നാക്കും ഇഫ്താർ ഡിഷുമായ ഓമന പത്തിരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ഫോർ ബാറ്റർ മൈദ 1/2 കപ്പ്, ഒരു മുട്ടയുടെ വൈറ്റ് പോർഷൻ, വെള്ളം, ഉപ്പ്. ഫോർ ഫില്ലിംഗ് മുട്ട 2 എണ്ണം, ഏലക്ക പൊടി 1/2 ടീസ്പൂൺ, നെയ്യ് 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1/4 കപ്പ്, കാഷ്യൂ നട്ട്സ് 3 ടേബിൾ സ്പൂൺ, റൈസൻസ് 3 ടേബിൾ സ്പൂൺ. അതർ ഇൻഗ്രീഡിയൻസ്: എഗ് യോക്ക് 1 മുട്ടയുടേത്, പാൽ 2 ടേബിൾ സ്പൂൺ, നെയ്യ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. മൈദയിലോട്ട് നമുക്ക് 1 മുട്ടയുടെ വൈറ്റ് പോർഷൻ, ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒരു ലൂസ് ബാറ്ററാക്കി മാറ്റാം. അങ്ങനെ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമുക്ക് 2 മുട്ട ഒരു ബൗളിലോട്ട് എടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഏലക്ക പൊടി കൂടെ ചേർക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് തയ്യാറായിട്ടുണ്ട്. ഇനി ചൂടായൊരു പാനിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് റൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കനം കുറച്ച് പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററാണിത്. കുക്കായി വരുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതിൻ്റെ നടുവിലായി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വയ്ക്കാം. നമുക്കിതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് റോൾ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പത്തിരി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത പത്തിരി കൂടെ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ ഫില്ലിംഗ് വെച്ച് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും തയ്യാറാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ ഓമന പത്തിരിയും തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ നെയ്യിലോ ബട്ടറിലോ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സ്റ്റെപ്പ് ഓപ്ഷനിലാണ്. ഇതിനു വേണ്ടി ഒരു എഗ് യോക്ക് എടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായി പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. നല്ല സ്വീറ്റ്നെസ് വേണ്ടവർക്കാണിത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. ഇനി ഓരോ പത്തിരിയായി എടുത്ത് നമുക്ക് എഗ് ബാറ്ററിൽ മുക്കിയെടുക്കാം. ഇതിനെ ചൂടായ നെയ്യിലോട്ട് ചേർത്ത് ടോസ്റ്റ് ചെയ്യാം. നമ്മുടെ പത്തിരി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള പത്തിരി കൂടെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ഓമന പത്തിരി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.